ഇതാണ് നമ്മളിപ്പം ഞെരടിയെടുത്ത നമ്മുടെ ചീര വിത്തുകൾ. ഇത് നിറച്ചും വിത്താണ്. ഇതേ മൂക്കതും മൂക്കാത്തതുമായ കാകളിതേ ഈ കറുത്ത് കിടക്കുന്നതെല്ലാം ചീര വിത്തുകളാണ്. സോ ഇതാണ് ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്ന ചീര. ഒരിക്കലും വിത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഉള്ളതിനകത്തുനിന്ന് ഏറ്റവും നല്ലതും ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീര അങ്ങ് നിർത്തുക. അപ്പോൾ അതിൽ നിന്ന് തന്നെത്താനെ വിത്തുകളുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് വിത്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എൻ്റെ ചീരകളൊക്കെ ഇത്രയും ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. ഇതെല്ലാമേ എൻ്റെ ചീര കൃഷിയുടെ ഏരിയയാണ്. ഇതിനകത്ത് മൂത്തത് കൊണ്ട് മൂക്കാത്തത് കൊണ്ട്. ഇതേ ഞാൻ വിത്തിനായിട്ട് നിർത്തിയിരിക്കുന്ന ചീരയാണ്. ഇത് മുഴുവനും വിത്താണ്. ഇതിങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലേറെ പാകാനുള്ള വിത്തുകൾ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഒരാളുണ്ട് കേട്ടോ, ഇതിലും നിർത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മുടെ ഈ സുന്ദരി ചീരകളെയൊക്കെ നമ്മൾ ഓരോ ദിവസമായിട്ട് പറിച്ച് അന്നന്നത്തേക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ് പതിവ്. അപ്പോളേ ഇന്ന് കുറച്ച് ചീര നമ്മൾ പാകുവാണ്. അതിന് വേണ്ടിയിട്ട് ഇതിനെയാണ് ഞാനിങ്ങ് മുറിച്ചെടുക്കുന്നത്. നല്ലതായിട്ട് മൂത്ത് നിറച്ച് വിത്തുമായിട്ട് നിൽക്കുന്ന നമ്മുടെ ചീരയാണിത്. ഇതിൽ കംപ്ലീറ്റ് വിത്താണ്. അപ്പം ഇതിങ്ങനെ മുറിച്ചെടുത്തു. ഒരു പീസ് നമ്മളിങ്ങനെ എടുത്തു. ഇവിടെയുണ്ട്, ഇതിലും നിറച്ച് വിത്തുണ്ട് കേട്ടോ. അതുകൂടെ അങ്ങ് എടുത്തേക്കാം. രണ്ടാമത്തെ പീസ്. അങ്ങനെ വിത്തുള്ള 2 ചീരയുടെ മുകളിൽ നമ്മളിങ്ങനെ മുറിച്ചെടുത്തു. ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മൾ പാകുന്നതെന്ന് കാണാം. ഇതാണ് നമ്മളിപ്പോൾ മുറിച്ചെടുത്ത 2 നല്ല വിത്തുള്ള ചീരത്തണ്ടുകൾ. ഇതിൽ നിന്ന് നമുക്കിനി വിത്തിനെ വേർതിരിക്കാം. അതിനായിട്ട് ഇല മാറ്റുക. വിത്തുകൾ മാത്രമായിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മുറിച്ചിടാം. പക്ഷെ ഇത് തന്നെ നമുക്ക് ആവശ്യത്തിലേറെ ഉണ്ട് കേട്ടോ. ഇത്രത്തോളം വിത്തുകളുള്ള തണ്ടാണ് നമ്മളിപ്പോൾ എടുത്തത്. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതിനെ ഇങ്ങനെ എടുക്കുക, കൈവച്ച് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഞെരടുക. എല്ലാം ഇത് താഴേക്ക് വീഴുന്നു. സോ ഇതാണ് നമ്മളിപ്പം ഞെരടിയെടുത്ത നമ്മുടെ ചീര വിത്തുകൾ. ഇത് നിറച്ചും വിത്താണ്. മൂക്കതും മൂക്കാത്തതുമായ കാകളിതേ ഈ കറുത്ത് കിടക്കുന്നതെല്ലാം ചീര വിത്തുകളാണ്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് പാകി കൊടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിലേറെ തൈകൾ ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് പാകുന്നതെന്നൂടെ നമുക്ക് കണ്ടാലോ. ഇതിൻ്റെ അടിയിലേ ഈ ചെറുതായിട്ട് കറുത്ത് കിടക്കുന്നതെല്ലാം നല്ല മൂത്ത വിത്തുകളാണ്. മറ്റേതൊക്കെ അത്രയും മൂത്തിട്ടില്ല, എന്നാലും ഇതെല്ലാം കിളിച്ചു വന്നോളും. സോ നമ്മുടെ ഈ ചീരവിത്ത് പാകാൻ പോവുക. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് 1-2 കാര്യം ചെയ്യാനുണ്ട്. ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചീരവിത്ത് മുഴുവനും നമ്മുടെ ഉറുമ്പുകൾ വന്നെടുത്തുകൊണ്ട് പോകും. അവരെ പറ്റിക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യണം. ഇത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. അപ്പം ഈ ചീരവിത്തിലേക്ക് ഈ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ. ഇനി ഇതിനെ ഒന്ന് മിക്സ് ആക്കുക. ഇതാണ് നമ്മളിപ്പം പാകാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഉറുമ്പുകളെ നമുക്ക് പറ്റിക്കാനും പറ്റും, നമ്മുടെ ചീരവിത്തുകളെല്ലാം മുളച്ച് വന്നോളുകയും ചെയ്യും. നമുക്കേ വീടിൻ്റെ പുറവശത്തായിട്ട് ഇങ്ങനൊരു സ്ഥലമുണ്ട്. ഇവിടെ ഇതൊരു വലിയ വോളാണ്, അങ്ങ് ഭയങ്കര ഹൈറ്റിലാണ്. അപ്പോൾ നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അടിയിൽ അതുപോലെ ബേസ്മെൻറ്റാണ്. ആ സ്ഥലം കൂടെ യൂസ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇങ്ങനെ ഒരു 2 കട്ട ഹോളോ ബ്രിക്സ് വെച്ചു. പക്ഷേ ഇത് സിമെൻറ്റ് ഇട്ടിട്ടൊന്നുമില്ല, ജസ്റ്റ് അടുക്കി വെച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് അതിനകത്തോട്ട് മണ്ണ് ഫില്ല് ചെയ്തിരിക്കുക. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ചീരവിത്ത് പാകുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ മണ്ണിനെ നല്ല ലൂസാക്കി കൊത്തി ഇളക്കണം. ഇത് ഓൾറെഡി ഇളകി കിടക്കുന്ന മണ്ണാണ് കേട്ടോ. പിന്നെ ഇതിനകത്തൊക്കെ ഞാൻ കുമ്മായമൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് കുമ്മായം ഇട്ട് കൊടുക്കും. ഒരു കൃഷി മാറിക്കഴിയുമ്പോഴേക്കും കുമ്മായം അങ്ങിട്ട് വെച്ചേക്കും. അപ്പോൾ പിന്നെ മണ്ണിൽ പുളിപ്പൊക്കെ മാറി കറക്റ്റായിട്ടിരുന്നോളും. pH ലെവലൊക്കെ കൺട്രോൾഡായിട്ട് വരും.
അങ്ങനെ നമ്മുടെ മണ്ണൊക്കെ ഇങ്ങനെ കൊത്തി ഇളക്കി നമ്മൾ ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചാണകപ്പൊടി, ഇതൊരു മസ്റ്റ് സാധനമാണ്. ഇതില്ലാതെ ചീര നടുകയേ ചെയ്യും. ഒന്നുകൂടെ മണ്ണിനെ കൊത്തി ഇളക്കുക. അടുത്തതായിട്ടേ നമ്മൾ ഇങ്ങനെ മഞ്ഞളുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വിത്തുകളുണ്ടല്ലോ, അതങ്ങ് പാകി കൊടുക്കാം. സോ ഉറുമ്പുകളൊക്കെ വന്നാലും അവർക്കത് കിട്ടൂല. ഇതാണ് നമ്മളിപ്പം വിത്ത് പാകിയത്. അപ്പോൾ ഈ മഞ്ഞളുള്ളതുകൊണ്ട് നമുക്കറിയാം എവിടെയൊക്കെയാണ് ഇത് കൂടിക്കിടക്കുന്നത്, കൂടാതെ കിടക്കുന്നതെന്നല്ല. അപ്പം ഒന്ന് നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇപ്പം ഇതേ നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ, നമ്മുടെ വിത്തുകളൊക്കെ എവിടെ പോയി എന്നുള്ളത്. എല്ലാം തന്നെ മണ്ണിൻ്റെ അടിയിലായി കഴിഞ്ഞു. മഞ്ഞളെല്ലാം മണ്ണിൻ്റെ അടിയിലായി. മഞ്ഞളൊന്നും വെളിയിൽ കാണാനില്ല. വിത്തെല്ലാം പാകിക്കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. വെള്ളം ഒഴിക്കുമ്പം ഇതിനകത്ത് കുത്തി വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ വിത്തുകളൊക്കെ തെറിച്ചു പോകും, മണ്ണിൽ നിന്ന് വെളിയിൽ പോകും. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനൊരു മെഷാണ്. ഇത് നമ്മുടെ കോഴിക്കൂട് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി പോർഷൻ കിടന്നതാണ്. അപ്പോൾ അതിനെ ഞാൻ ഇങ്ങനൊന്ന് വളച്ചെടുത്തു, ഒന്ന് റൗണ്ടാക്കി. എന്നിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. പിന്നെ ഒരു കൊച്ചു പീസുണ്ട്, അതും കൂടെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ വെള്ളം ഈ മെഷിൻ്റെ മുകളിൽ വീഴുള്ളൂ. എന്നിട്ട് ഈക്വലി സ്പ്രെഡ് ആയിക്കോളും. അപ്പോൾ കുത്തി ഒടിച്ച് വെള്ളം വീണ് നമ്മുടെ വിത്തുകൾ പോകുന്ന ഒരു സംഭവം അവിടെ വെച്ച് നിൽക്കുകയാണ്. ഇതേ നമ്മൾ പാകിയെടുത്ത് നമ്മളിങ്ങനെ മെഷ് കൊടുത്ത് നമ്മുടെ വിത്തുകളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തു. ഇനി ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ ചൂടാണല്ലോ ഇവിടെ. അപ്പോൾ രാവിലെയും വൈകിട്ടും ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മാക്സിമം 5-6 ദിവസം ഇവരെല്ലാവരും കിളിച്ചു വരും. സോ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുത്തി ഒഴിക്കുന്നില്ല, നമ്മൾ ഈ മെഷിലേക്കാണ് ഒഴിക്കുന്നത്. അപ്പം മെഷിൽ നിന്ന് ഇത് താഴെ നമ്മുടെ വിത്തുകളിലേക്കും പോയിക്കോളും. ഇതുപോലെ ചീര ഇങ്ങനെ പിടിച്ചു വരണമെങ്കിൽ പറ്റിയൊരു സ്ഥലം ഏതാണെന്നറിയാമോ? നമ്മുടെ തെങ്ങിൻ്റെ തടം. ഈ തെങ്ങിൻ്റെ തടത്തിൽ നല്ലപോലെ മണ്ണ് കാണും, അതും ലൂസ് മണ്ണായിരിക്കും. ഇപ്പോൾ ഇവിടെയാണ് തന്നെ ഈ തെങ്ങ് നടാനായിട്ട് മണ്ണെടുത്ത് വെളിയിലോട്ടിട്ടു. ആ മണ്ണിലാണ് ഞാൻ ഈ ചീര അത്രയും പാകിയത്. ഒരു പുഴുക്കുത്ത് പോലും ഇല്ലാതെ നമുക്ക് ഇതിനെ ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റി. പിന്നെ ഏത് കൃഷി ചെയ്താലും ഞാനൊരു ബൗണ്ടറിയൊക്കെ കൊടുത്ത് ഒരു ഓർഗനൈസ്ഡ് രീതിയിലാണ് ചെയ്യുന്നത്. എന്തിനാ? ഒരു കണ്ണിൻ്റെ കുളിർമയ്ക്ക് വേണ്ടി മാത്രമാണേ. അപ്പോൾ ഇവർ ഈ ബൗണ്ടറിക്കകത്ത് വളർന്നോളും. വളർന്നിട്ട് ഏറ്റവും മുഴുത്തതായിട്ട് വരുന്നവരെ ഞാൻ കുറച്ച് പേരെ മാറ്റി നട്ടിട്ടുണ്ട്, അതും കാണിക്കാം. അപ്പം ഇതാണ് എൻ്റെ ഒരേരിയ ചീരയുടെ. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പാലക്കും വെച്ചിട്ടുണ്ട്. ചീര എന്ന് പറയുന്നത് ഏറ്റവും പോഷകമുള്ള സാധനമാണ്. നമ്മുടെ എല്ലാവരുടെയും ആഹാരത്തിനകത്ത് ഡെയിലി ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അത് തോരനായിട്ടും ആകാം, മുട്ടയ്ക്കകത്തിട്ടും ആകാം. ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ചീര കഴിച്ചാൽ ഏറ്റവും പോഷകസമൃദ്ധമായ സാധനവും നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ് ചീര. തെങ്ങിൻ്റെ തടമാകുമ്പോഴേ നല്ല ലൂസ് മണ്ണാണ്, അതും കുറച്ചേറെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണ് ചീര നടാൻ ബെസ്റ്റ് സ്ഥലം കേട്ടോ. മൂത്ത് വരുന്നതും വലുതാകുന്നവരെ മാറ്റി മാറ്റി നട്ടാൽ മതി. അപ്പോൾ ബാക്കിയുള്ളവർ ചെറിയ തൈകൾ പിന്നെ പൊങ്ങി വന്നോളും. പിന്നെ ഏത് ചെടി നട്ടാലും നല്ല വെയിൽ വേണം, അത് മറക്കരുത്. ഒന്നിച്ച് പാകി മുളപ്പിക്കും. എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും മുഴുത്ത തൈകളെ നമ്മൾ മാറ്റി നടും. അങ്ങനെ മാറ്റി നട്ടതാണ് ഇവരൊക്കെ. ഇതൊക്കെ നമ്മുടെ അരിച്ചാക്കും വളച്ചാക്കും ഒക്കെയാണ്. ആ ചാക്കിലേക്ക് മണ്ണും കരികിലയും വളവും ഒക്കെ നിറച്ച് അങ്ങ് മാറ്റി നടും. അപ്പോൾ പിന്നെ ഇവർക്കും വളരാനും നല്ല സ്ഥലവും കിട്ടും. ഇതൊക്കെ
നമ്മുടെ വളച്ചാക്ക്, ഇതേ അരിച്ചാക്ക്, കോഴിത്തീറ്റ വാങ്ങുന്ന ചാക്ക്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അപ്പം നമ്മൾ ഒന്നിച്ച് പാകി മുളപ്പിച്ചിട്ട് അതിൽ നിന്ന് ഏറ്റവും വലിയ ചീരകളെയാണ് നമ്മൾ മാറ്റി നടുന്നത്. ഇവരൊക്കെ ഇതേ മാറ്റി നട്ട് കഴിഞ്ഞപ്പോൾ വലുതായി. പിന്നെ ചീര മുറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ അടിയിൽ നിന്ന് ഒരു 2 തണ്ടെങ്കിലും മുകളിൽ, ചെറിയ ചെറിയ തണ്ടുകളുണ്ടല്ലോ, ആ തണ്ടിൻ്റെ ഒരു 2 തണ്ട് മുകളിൽ വെച്ച് ചീര മുറിക്കാവുള്ളൂ. അങ്ങനെ ആകുമ്പോൾ പിന്നെയും ഇത് കിളിച്ച് വന്ന് നമുക്ക് കുറേയേറെ കാലം ചീര എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇന്ന് ഇതിനെ എടുക്കുകയാണ്. മുകളിൽ വെച്ച് തന്നെയാണ് മുറിക്കുന്നത്. ഇങ്ങനെ മുറിച്ചെടുത്തു. അപ്പോൾ ഇതിന്ന് ഞാൻ തോരനല്ല ഉപയോഗിക്കുന്നത്, ഇത് ഞാൻ മുട്ടയ്ക്കകത്ത് അരിഞ്ഞിടും. നമ്മൾ മുട്ട പൊരിക്കൂലേ, അപ്പോൾ ഇതുകൂടെ അങ്ങ് അരിഞ്ഞിട്ടാൽ മതി. അപ്പം ഡബിളായിട്ട് നമുക്ക് പ്രോട്ടീനും ചെല്ലും, സകല പോഷകങ്ങളും ഇതിൽ നിന്നുള്ളതും നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എല്ലാം ചെല്ലും. ഇനിയിപ്പോൾ ഹെൽത്താണ് വെൽത്ത്. ഇപ്പം നമ്മൾ മുറിച്ചെടുത്ത ചീരയാണ്. ഒരു പുഴുക്കുത്ത് പോലും ഇല്ലാത്ത സൂപ്പർ സാധനം. നല്ല ചീര. ഇത് ചുമന്ന ചീരയാണ്. എനിക്കിവിടെ പച്ചച്ചീരയുണ്ട്, സുന്ദരിച്ചീരയുണ്ട്, അങ്ങനെ പലരും ഉണ്ട് കേട്ടോ. പിന്നെ പാലക് ചീരയുണ്ട്. പിന്നെ വയസ്സ് 50 കഴിഞ്ഞു. ഹെൽത്താണ് ഇനി എല്ലാം. ഹെൽത്ത് ഈസ് വെൽത്ത്. ഇനി വെൽത്തിൻ്റെ കാര്യത്തിൽ അന്വേഷിച്ച് നടക്കേണ്ട സമയമല്ല, ഹെൽത്തിനെ നമ്മൾ നോക്കേണ്ട സമയമാണ്. നമുക്കും ഭാരമാകാതെ നമ്മൾ വേറുള്ളവർക്കും ഭാരമാകാതിരിക്കാൻ നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് നല്ലതുപോലെ ആരോഗ്യം സംരക്ഷിക്കണം. അപ്പോൾ ഇതിന്ന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ മുട്ടയ്ക്കകത്ത് അരിഞ്ഞിട്ട് ചിക്കി എടുക്കും. അപ്പോൾ നല്ലൊരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഈറ്റ് ലൈക്ക് എ കിങ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മുടെ കിങ് ഇന്നിതാണ്.